ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂളിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻജിനെ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, അതിനെയാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കമ്പസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ ഫ്യൂവലിനെ ബേൺ ചെയ്യുന്നതാണ് കമ്പസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവലിനെ ബേൺ ചെയ്യുമ്പം ലോട്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് ഉണ്ടാവുന്നത്. ആ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് അതിനെയാണ് പിന്നെ മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എഞ്ചിനിൽ നടക്കുന്നത്. അപ്പം നമ്മുടെ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന അതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ പിസ്റ്റനാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൻ റെസിപ്രോക്കേറ്റ് ചെയ്യും. ആ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന മോഷൻ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്കിലെത്തുമ്പോഴേക്കും അതൊരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ആ റോട്ടറി മോഷനാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത്. ആ റോട്ടറി മോഷൻ കിട്ടാൻ വേണ്ടിയാണ് എൻജിനെ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നത്. എൻജിനിൽ ഇപ്പോൾ ഇത് ഫ്യൂല് ബേൺ ചെയ്ത് അതിൽ പവർ സ്ട്രോക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ കമ്പസ്റ്റിംഗ് നടത്തി പവർ സ്ട്രോക്ക് ഉണ്ടാക്കി അത് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന എല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ആ റോട്ടറി മോഷൻ, ക്രാങ്കിൻ്റെ റോട്ടറി മോഷൻ, അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ എൻജിൻ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ സംഭവിക്കുന്നത് ഹീറ്റ് എനർജി മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എൻജിനിൽ നടക്കുന്നത്. പക്ഷേ ഈ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുഴുവൻ ഹീറ്റ് എനർജിയും വർക്കായിട്ട് കൺവേർട്ട് ആവുന്നില്ല. അതായത് ഇപ്പോൾ ഫ്യൂവൽ ബേൺ ചെയ്ത് ഉണ്ടാകുന്ന ഹീറ്റ് എനർജി, അതിൻ്റെ ആ ഹീറ്റ് എനർജിയാണ് പിന്നെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺവേർഷൻ നടക്കുകയെന്ന് പറഞ്ഞാൽ ഒരു 30% വർക്കായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ. ഉണ്ടാവുന്ന ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്ത് ഫ്യൂവൽ ബേൺ ചെയ്ത് ഉണ്ടാവുന്ന ഹീറ്റ് എനർജിയുടെ 30% മാത്രമേ നമ്മൾ വർക്കായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ. ബാക്കി 70% ലോസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ നിങ്ങളുടെ തന്നെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിൻ്റെയോ അല്ലെങ്കിൽ AC മോട്ടറിൻ്റെയോ AC ജനറേറ്ററിൻ്റെയോ ഒക്കെ എഫിഷ്യൻസി എന്ന് പറയുകയാണെങ്കിൽ എബോവ് 90 അല്ലെങ്കിൽ എബോവ് 95% ഒക്കെ ആയിരിക്കും. പക്ഷേ ഒരു എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു 70% ഒക്കെ മാക്സിമം എത്തുകയുള്ളൂ. അതാണ് മെക്കാനിക്കലിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഹീറ്റ് നമ്മൾ ബേൺ ചെയ്ത് ഫ്യൂവലിനെ ബേൺ ചെയ്തുണ്ടാകുന്ന ഹീറ്റ് എനർജിയുടെ 30% മാത്രമേ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 70% ലോസ് ആണെന്ന് തന്നെ പറയാം. അതിൻ്റെ കുറേ ഹീറ്റ് എനർജി എക്സോസ്റ്റ് ഗ്യാസ് വഴി പുറത്തോട്ട് പോകും, സൈലൻസർ വഴി പുറത്തോട്ട് പോകും. ആ സൈലൻസർ വഴി പുറത്തോട്ട് പോകുന്ന പുകയ്ക്ക് കുറച്ച് ചൂടുണ്ടല്ലോ, കുറച്ച് ടെമ്പറേച്ചർ എന്തായാലും കാണും. അപ്പോൾ അതെല്ലാം ലോസ് ആയിട്ടാണ് കൂട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓൾമോസ്റ്റ് ഇവിടെ 30% ആണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബാക്കി 70%-ൽ ഒരു 30%-ഓളം ഹീറ്റ് ആ സിലിണ്ടർ തന്നെ അങ്ങ് അബ്സോർബ് ചെയ്യും. സിലിണ്ടർ അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ കമ്പോണൻസ് ആയ പിസ്റ്റണും സിലിണ്ടർ ഹെഡും ആ സിലിണ്ടർ വാളും അതെല്ലാം മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മേ ബി എന്തെങ്കിലും കാസ്റ്റ് അയണോ സ്റ്റീലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലോയ് ഉപയോഗിച്ചായിരിക്കും ഈ സിലിണ്ടർ പിസ്റ്റണും സിലിണ്ടർ ഹെഡും സിലിണ്ടർ വാളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതായത് മെറ്റൽ തന്നെയാണ്. മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 70%, 30%-നെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കിയുള്ള 70%-ൽ എറൗണ്ട് 30% ഹീറ്റിനെയും ഈ സിലിണ്ടറാണ്, എഞ്ചിനാണ് അങ്ങ് അബ്സോർബ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ കമ്പോണൻസ് ആയ പിസ്റ്റണും സിലിണ്ടർ ഹെഡും സിലിണ്ടർ വാളും ഒക്കെയാണ് ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. ഈ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല. അബ്സോർബ് ചെയ്യും തോറും ആ സിലിണ്ടറിൻ്റെ കമ്പോണൻസിൻ്റെ ടെമ്പറേച്ചറും കൂടിക്കൊണ്ടിരിക്കും. ഈ പിസ്റ്റൻ്റെയും ഈ സിലിണ്ടർ ഹെഡിൻ്റെയും സിലിണ്ടർ വാളിൻ്റെ എല്ലാം ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. കൂടുതൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കൂടാൻ പാടില്ല. കാരണം ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 200°C അല്ലെങ്കിൽ 250°C വരെ സേഫാണെന്ന് പറയാം. അതിൽ കൂടുതൽ പിന്നെയും ടെമ്പറേച്ചർ റേസ് ചെയ്യുകയാണെങ്കിൽ എൻജിൻ കംപ്ലൈൻറ്റ് വരും, അല്ലെങ്കിൽ എൻജിൻ സ്റ്റോപ്പ് ആവും എന്നുള്ള ആ ഒരു കണ്ടീഷൻ വരെ എത്തും. നമ്മുടെ ഡ്യൂക്ക് ബൈക്കിൻ്റെ കേസ് എടുക്കുക. ഡ്യൂക്ക് 390 ഒക്കെ ആണെങ്കിൽ കൂടുതൽ നേരം ഹൈ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഓഫാവും, എൻജിൻ ഓഫാവും. കാരണം എൻജിൻ ചൂടായാണ് അത് ഓഫാവുന്നത്. അപ്പോൾ എൻജിൻ ചൂടായി ഓഫാവുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന അതേ സംഭവം തന്നെയാണ്. ഒരുപാട് ഹീറ്റ് എനർജി, അത് പെട്രോൾ ബേൺ ചെയ്ത് ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയുടെ 30% ഔട്ട്പുട്ടായിട്ട് വർക്കായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ. ബാക്കി 70%-ഉം അത് ലോസാണ്. ആ 70%-ൽ 30%-ഓളം ആ എൻജിൻ സിലിണ്ടർ അല്ലെങ്കിൽ എൻജിൻ തന്നെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ എൻജിൻ അബ്സോർബ് ചെയ്യുമ്പോൾ എൻജിൻ്റെ ചൂട് കൂടും. അങ്ങനെ ചൂട് കൂടി ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ എൻജിൻ അങ്ങ് ഓഫാകും. കാരണം എന്നാൽ എൻജിൻ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടാൻ പാടുള്ളൂ. അതിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ
കൂടുതൽ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും തോറും, അല്ലെങ്കിൽ കൂടുതൽ ഈ സിലിണ്ടർ കമ്പോണൻസ് ആയ പിസ്റ്റണിൻ്റെയൊക്കെ ടെമ്പറേച്ചർ കൂടും തോറും ആ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ അകത്തുള്ള ആ ഹോളിൻ്റെ അകത്ത് കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള കമ്പോണൻ്റാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറയുന്ന കമ്പോണൻറ്റ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഷൻ സംഭവിക്കുമല്ലോ, ഹീറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഷൻ സംഭവിക്കും. അങ്ങനെ എക്സ്പാൻഷൻ സംഭവിക്കും. പിന്നെ ആ സിലിണ്ടറിൻ്റെ അകത്ത് കിടന്ന് അതിനെ സ്ലൈഡ് ചെയ്യാനൊക്കത്തില്ല, കയറി എങ്കിൽ ജാം ആയിപ്പോവും. അതായത് ആ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ അകത്ത് കയറി ലോക്കായിപ്പോവും. അങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ വർക്ക് ചെയ്യത്തില്ല. പിന്നെ എഞ്ചിൻ അവിടെ സ്റ്റക്കായി ഓഫായി റോഡിൽ അങ്ങനെ കിടക്കും. വണ്ടി റോഡിൽ അങ്ങനെ കിടക്കും. അപ്പോൾ എഞ്ചിൻ ഓഫായി റോഡിൽ അങ്ങനെ കിടക്കും. അതാണ് നമ്മുടെ ഈ ഡ്യൂക്ക് വണ്ടിയൊക്കെ 390 ഡ്യൂക്കൊക്കെ പെട്ടെന്ന് എഞ്ചിൻ ഓഫായി പോകുന്നത്, ചൂട് കൂടി എഞ്ചിൻ ഓഫായി പോകുന്നത്. അത് ഡ്യൂക്കിൽ മാത്രമല്ല, ബാക്കി മോട്ടോർ സൈക്കിളായിരുന്നാലും കാറായിരുന്നാലും ലോറി ആയിരുന്നാലും എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ചൂട് കൂടിയാൽ എഞ്ചിൻ ഓഫായി പോകും. കാരണം ഈ പിസ്റ്റണൊക്കെ കയറി ലോക്കായി പോകും. സത്യം പറഞ്ഞാൽ പിസ്റ്റൺ ലോക്കായി അല്ല ഈ എൻജിൻസൊക്കെ ഓഫ് ആവുന്നത്. ആ പിസ്റ്റൺ ലോക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്തുന്നതിന് മുന്നേ തന്നെ ആ എൻജിൻ ഓട്ടോമാറ്റിക് ഓഫ് ആവാമെന്നുള്ള ഇലക്ട്രോണിക് സെറ്റപ്പ് എല്ലാം അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്യൂക്ക് 390 തന്നെ എൻജിൻ ചൂടായി ഓഫ് ആവുമെന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ കയറി ലോക്കായി, അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ എക്സ്പാൻഡായി കയറി ലോക്കായി ജാമായി നിന്ന് പോകുന്നതല്ല. അല്ലാതെ തന്നെ ഒരു സേഫ്റ്റി പ്രിക്കോഷനായിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ തന്നെ എൻജിൻ ഓഫ് ചെയ്യണം എന്ന് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി മൈക്രോ ചിപ്പ് എല്ലാം ഉണ്ട്. അത് സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് എൻജിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. അതിപ്പം ഡ്യൂക്ക് ആയിരുന്നാലും നമ്മുടെ കാറും സാധാരണയുള്ള ബൈക്കിലെല്ലാം ആ ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെക്കാളും ടെമ്പറേച്ചർ കൂടി പോവുകയാണെങ്കിൽ എൻജിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. എന്നിട്ട് എൻജിൻ തണുത്തതിന് ശേഷം മാത്രമേ പിന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഹീറ്റ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞ് കൂടാൻ പാടില്ല. നമ്മൾ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യും തോറും ഈ പിസ്റ്റൻ്റെയും സിലിണ്ടർ ഹെഡിൻ്റെയും സിലിണ്ടർ വാളിൻ്റെയൊക്കെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കൂടുതൽ ടെമ്പറേച്ചർ കൂടാൻ പാടില്ല. എന്നാൽ കൂടിയാൽ അതിൻ്റെ കമ്പോണൻസിന് ഡാമേജ് വരും, അല്ലെങ്കിൽ എൻജിൻ പണി വരും, എൻജിൻ പിന്നെ ഓടാതെ അവസ്ഥയായി പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് എന്തായിരുന്നാലും ഹീറ്റ് എനർജി കുറേ ഈ സിലിണ്ടർ കമ്പോണൻസ്, ഈ പിസ്റ്റണും സിലിണ്ടർ ഹെഡും സിലിണ്ടർ വാളും എല്ലാം അബ്സോർബ് ചെയ്യും. അതെന്താണ് സ്റ്റോപ്പ് ചെയ്യാനൊക്കത്തില്ല. കാരണം മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ കമ്പോണൻസ് ആയതുകൊണ്ട് എന്തായാലും ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഹീറ്റിനെ റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെയാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ എല്ലാ വെഹിക്കിൾസിലുണ്ട്. സ്കൂട്ടർ ആയിരുന്നാലും, ബൈക്ക് ആയിരുന്നാലും, കാർ ആയിരുന്നാലും, ലോറി ആയിരുന്നാലും, ഈവൻ എയറോപ്ലെയിൻ ആയിരുന്നാലും അതിലും എഞ്ചിൻ്റെ കൂടെ ഈ കൂളിംഗ് സിസ്റ്റം കൂടെ കാണും. കാരണം ഈ കമ്പസ്റ്റൻ പ്രോസസ് നടക്കുമ്പോൾ എന്തായാലും ഹീറ്റ് ജനറേറ്റ് ആവും. ആ ഹീറ്റ് കുറേ ഭാഗം എല്ലാം നമ്മുടെ എഞ്ചിൻ തന്നെ അങ്ങ് അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് എഞ്ചിന് കേടാണ്. കാരണം കമ്പോണൻസ് ഒക്കെ എക്സ്പാൻഡായി ചിലപ്പം അത് കയറി ലോക്കായി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ എൻജിൻ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ അപ്പം തന്നെ അത് ഡിസിപ്പേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനെയാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതങ്ങ് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻജിനെ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് തന്നെയാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ഓട്ടോമൊബൈൽസിലല്ല, അല്ലെങ്കിൽ IC എൻജിൻസിന് 2 ടൈപ്പ് ഓഫ് കൂളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ എയർ കൂളിംഗ്, രണ്ടാമത്തെ ലിക്വിഡ് കൂളിംഗ്. ഈ എയർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ സാധാ അറ്റ്മോസ്ഫിയറുള്ള എയർ ഉപയോഗിച്ച് കൂൾ ചെയ്തെടുക്കുക, അത്രയുള്ള തന്നെ. പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഈ എയർ കൂളിംഗ് ആണ് നമ്മുടെ സാധാരണ ചെറിയ ബൈക്കുകൾ, അല്ലെങ്കിൽ കോസ്റ്റ് കുറഞ്ഞ ബൈക്കുകളിലെല്ലാം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ എയർ കൂളിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ്. നമ്മുടെ ഇപ്പോൾ 100cc അല്ലെങ്കിൽ 150cc ഉള്ള സാധാരണ ബൈക്കുകൾ, ഇപ്പോൾ ഡ്യൂക്ക് 390 ഒന്നുമല്ല, അല്ലാതെ സാധാ ഹീറോ ഒരു കുറഞ്ഞ 100cc അല്ലെങ്കിൽ 150cc അങ്ങനത്തെ ബൈക്കുകളെല്ലാം യൂസ് ചെയ്യുന്നത് ഈ എയർ കൂളിംഗ് ആണ്. അതായത് പ്രത്യേകിച്ച് കൂളിംഗ് മെത്തേഡ്സ് ഒന്നുമില്ല. ജസ്റ്റ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ കാറ്റടിച്ച് എൻജിൻ തണുക്കും. ആ ഒരു സെറ്റപ്പേ ഉള്ളൂ. വണ്ടി മൂവ് ചെയ്യുമ്പോൾ കാറ്റ് അടിച്ച് എൻജിൻ തണുക്കും. ആ മെത്തേഡിനാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്. ഇതവിടെ നോക്കുക, വണ്ടി ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറ്റ് ഇവിടെ അടിക്കുകയാണല്ലോ, വണ്ടി ഇങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തായിരുന്നാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കാറ്റ് എയർ ഇങ്ങനെ അതിൻ്റെ ഈ എഞ്ചിൻ്റെ പുറത്തുകൂടെ തന്നെയാണ് കയറി ഇറങ്ങുന്നത്. കാരണം കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാറ്റ് അടിക്കുന്നത് മൂലം എൻജിൻ തണുക്കും. അതിനെയാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി മൂവ് ചെയ്യുന്ന ആ ഒരു കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ കൂടുതൽ സ്പീഡിലായിരിക്കും കാറ്റടിക്കുന്നത്. അത് ഈ എഞ്ചിൻ്റെ പുറത്തൂടെ, ഈ കാറ്റ് എന്ന് പറയുന്ന ആ വിൻഡ് ഫ്ലോ ചെയ്യുന്നത് ഈ എഞ്ചിൻ്റെ പുറത്തൂടെ തന്നെയാണ് ആ വിൻഡ് എയർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ പോകുന്ന എയർ തന്നെ ഇതിൻ്റെ എഞ്ചിനിലുള്ള ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ ഹീറ്റിനെ റിമൂവ് ചെയ്ത് അങ്ങ് കളഞ്ഞുകൊണ്ടിരിക്കും, അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെ കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് എയർ കൂളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടറിയാം, പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എയർ ഉപയോഗിച്ച്, നോർമൽ എയർ ഉപയോഗിച്ച് അത് തണുപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഒരു സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന എഞ്ചിനാണ് എങ്കിൽ, നമ്മുടെ വെഹിക്കിളിലുള്ള എഞ്ചിനല്ല, അല്ലാതെ വേറെ എന്തെങ്കിലും പർപ്പസിനായിട്ട് സ്റ്റേഷനറി ആയിട്ട് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന എഞ്ചിനാണ് എങ്കിൽ എയർ കൂളിങ്ങിന് വേണ്ടി ഒരു ബ്ലോവറോ അല്ലെങ്കിൽ ഫാനോ വല്ലതും കൊടുത്തിരിക്കും. ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് എഞ്ചിൻ തണുക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഫാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെഹിക്കിളിൻ്റെ കേസിലാണെങ്കിൽ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഫാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ കാറ്റടിച്ച് എഞ്ചിൻ തണുത്തോളും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ എൻജിനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ബൈക്കിലെ എൻജിൻസൊക്കെ നോക്കിയാൽ അറിയാം, ഈ ഒരു ഷേപ്പിൽ കുറേ സാധനങ്ങൾ വെച്ചിരിക്കും എൻജിൻ്റെ ചുറ്റും. സിലിണ്ടർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അതേ ഷേപ്പ്, ആ സിലിണ്ടർ എക്സാക്റ്റ് സിലിണ്ടറിക്കൽ പോർഷൻ ആയിരിക്കത്തില്ല അതിൻ്റെ ഔട്ട് സൈഡ് എന്ന് പറയുന്നത്. ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെ പ്രൊജക്ഷൻസ് കാണും, ചെറിയ തിന്നായിട്ടുള്ള പ്രൊജക്ഷൻസ് കാണും. അതിനെ ഫിൻസ് എന്നാണ് പറയുന്നത്. ഈ വേർഡ് ഫിൻസ് എന്നാണ് ഈ ചെറിയ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എയർ കൂളിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഫിൻസ് എന്ന് പറയുന്നത്. ഈ ഫിൻസിൻ്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൂട്ടും. അതായത് ഈ കാറ്റ് എയറുമായിട്ട് ഈ എഞ്ചിൻ്റെ പുറത്തൂടെയാണല്ലോ എയർ ഇങ്ങനെ പോകുന്നതും അതിൽ നിന്നുള്ള ഹീറ്റ് എനർജി അങ്ങ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഫിൻസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഇവിടെ എഞ്ചിൻ്റെ ഔട്ടർ കേസിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം എയർ ഫ്ലോ ചെയ്യുന്ന ഇതിൽ ഇത്രയും സർഫസിലൂടെ ടച്ച് ചെയ്തായിരിക്കും എയർ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഫിൻസ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഒറിജിനൽ ഫോട്ടോ തന്നെ കാണാം. നമ്മുടെ ബൈക്കിൻ്റെ എൻജിൻസ് എല്ലാം ഇങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ആണ്, നിങ്ങൾക്കറിയാം ഇത് തോന്നുന്നു. ഇതെന്ന് പറയുന്ന ഗിയർ ബോക്സ് ആണ്, ഇതല്ല എൻജിൻ, ഇത് ഗിയർ ബോക്സ് ആണ്, ഇതാണ് എൻജിൻ. എൻജിൻ്റെ സ്പാർക്ക് പ്ലഗ് ഇതായിരിക്കുന്നു, ഇതാണ് എൻജിൻ എന്ന് പറയുന്നത്. എൻജിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ അകത്താണ് പിസ്റ്റണൊക്കെ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ പുറത്തുള്ള സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് ഫിൻസ് എന്ന് പറയുന്നത്. ഈ ഫിൻസിന് ഇത് എയർ കൂൾഡ് എഞ്ചിനാണ്. സാധാരണ ബൈക്ക് എന്നൊക്കെ പറയുന്ന എയർ കൂൾഡ് എഞ്ചിനാണല്ലോ. അപ്പം ഈ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് കാറ്റടിക്കും. അപ്പോൾ കൂടുതൽ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഫിൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതിൻ്റെ ഔട്ടർ കേസിങ്ങെല്ലാം കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല മുകളിലും കൊടുക്കും. ഈ എഞ്ചിനിൽ നോക്കിയാൽ അറിയാം, ഇവിടെയും ഫിൻസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഫിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഇത്രയും കൂടുതൽ ഏരിയയിൽ ടച്ച് ചെയ്തായിരിക്കും എയർ കടന്നു പോകുന്നത്. അപ്പം കൂടുതൽ ഹീറ്റിന് അതിനെ ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ കൂളിംഗ് മെത്തേഡിനെയാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ അഡീഷണൽ ആയിട്ട് പവറോ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് വെഹിക്കിളാണെങ്കിൽ വെഹിക്കിൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് കാറ്റ് അടിച്ച് ഹീറ്റ് അങ്ങ് ഡിസിപ്പേറ്റ് ചെയ്ത് വയ്ക്കുള്ളൂ. നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ കേസുകളാണെങ്കിൽ ഇത് ഈ എയർ കൂളിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ചെറിയ കപ്പാസിറ്റി എഞ്ചിനൊക്കെ ആണെങ്കിൽ 100 cc അല്ലെങ്കിൽ 150 cc എഞ്ചിനൊക്കെ ആണ് എങ്കിൽ, ഈവൻ 250 cc എഞ്ചിനാണെങ്കിൽ പോലും എയർ കൂളിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. വേറെ കൂളിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കാറ്റടിച്ച് അത് ഹീറ്റ് റിമൂവ് ആവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ കാറിലൊന്നും ഈ എയർ കൂളിംഗ് എന്ന മെത്തേഡ് ഒട്ടും എഫിഷ്യൻ്റ് അല്ല. എയർ കൂളിങ്ങിൻ്റെ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ വളരെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതിപ്പം ചെറിയ എഞ്ചിനായല്ലോ, 100 cc അല്ലെങ്കിൽ 150 cc എഞ്ചിനൊക്കെ ആണെങ്കിൽ കുറച്ച് പവറേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഹീറ്റ് എനർജി അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആ ഹീറ്റ് എനർജി റിമൂവ് ചെയ്യാനായിട്ട് എയർ കൂളിങ്ങിൻ്റെ ആവശ്യം മതി. പക്ഷേ കാറ് അല്ലെങ്കിൽ കൂടിയ വലിയ കപ്പാസിറ്റിയുള്ള ബൈക്കുകളൊക്കെയാണ്. ഇപ്പം 400 cc ഡ്യൂക്കിൻ്റെ കാര്യത്തിൽ തന്നെ 390 cc 500 cc ബുള്ളറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ബൈക്കുകളുണ്ട്, വലിയ എഞ്ചിനുള്ള ബൈക്കുകളുണ്ട്. അല്ലെങ്കിൽ കാറെന്ന് പറയുമ്പോൾ 800 cc 1000 cc ഒക്കെയാണ്. അപ്പോൾ കാറ് ലോറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എയർ കൂളിംഗ് മതിയാവത്തില്ല അതിന് ഹീറ്റ് റിമൂവ് ചെയ്യാൻ. അപ്പോൾ അതിനാണെങ്കിൽ വേറെ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ കണ്ട ലിക്വിഡ് കൂളിംഗ് എന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. എയർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ എൻജിൻസിനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈ കാണിച്ചിരുന്ന എൻജിൻസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽസുള്ള എൻജിൻസാണ്. അതല്ലാതെ എവിടെയെങ്കിലും ഫിക്സഡ് ആയിട്ട് തറയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന എൻജിനാണ് എങ്കിൽ അതിലും ഇങ്ങനത്തെ കൂളിംഗ് തന്നെ ആയിരിക്കും ഉള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഫാനും കൂടെ കാണും, ഫാനോ ബ്ലോവറോ എന്തെങ്കിലും കാണും. കാറ്റ് ഉണ്ടാക്കാനായിട്ട്, അതിൻ്റെ എയറിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ബ്ലോവറോ ഫാനോ എന്തെങ്കിലും കൂടെ വെച്ചിരിക്കും. അത് എവിടെയെങ്കിലും ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്ന എഞ്ചിനാണെങ്കിൽ. ഓട്ടോമൊബൈൽ എഞ്ചിനാണെങ്കിൽ ഫാനിൻ്റെയും ബ്ലോവറിൻ്റെയും ഒന്നും ആവശ്യമില്ല. കാരണം വണ്ടി ഓടുമ്പോൾ തന്നെ കാറ്റടിക്കും, എതിരെയുള്ള കാറ്റടിച്ച് ഇതിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്തോളും. അപ്പോൾ ഇതാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട ഫിഗർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ഫിഗറാണ്. ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ഫിഗർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് എഞ്ചിൻ, ഇതാണ് ഫിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇങ്ങനെ ഈസി ആയിട്ട് വരച്ചു കാണിക്കാം. ഈ ഫിൻസാണ് സംഭവം. ഇത് ബ്ലോവറാണ്. ഇത് നമ്മുടെ എൻജിൻ ഒരു ഫിക്സഡ് ആയിട്ട് എവിടെയെങ്കിലും ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്ന എഞ്ചിനാണെങ്കിൽ, സ്റ്റേഷനറി എഞ്ചിനാണ് എങ്കിൽ ഒരു ബ്ലോവറോ ഫാനോ കൂടെ വെച്ച് കൊടുക്കേണ്ടി വരും. അതിൽ നിന്നുള്ള കാറ്റ് കൊണ്ടായിരിക്കും ഈ ഫിൻസിൽ കൂടെ കടന്നു പോകുമ്പം ഹീറ്റ് റിമൂവ് ആയിക്കോളും. വെഹിക്കിളാണെങ്കിൽ, ഓട്ടോമൊബൈൽ ആണെങ്കിൽ ബ്ലോവറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ എക്സാമിന് എയർ കൂളിംഗ് എന്ന് പറഞ്ഞ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഈ ഒരു ഫിഗറാണ്. ഈ ഫിഗർ വരച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന്, വർക്കിംഗ് എന്താണെന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ സെൻറ്റൻസിലാണ് നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ മെത്തേഡാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്. സാധാ എയർ ഉപയോഗിച്ച് കൂൾ ചെയ്ത് കൊടുക്കുക, അല്ലാതെ പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രത്യേകിച്ച് പവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഈ ബ്ലോവർ ഉണ്ട് എങ്കിൽ സ്റ്റേഷനറി എഞ്ചിൻ ആണെങ്കിൽ ബ്ലോവറോ ഫാനോ കാണും, അതിൻ്റെ ചെറിയൊരു പവർ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ വേറെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഈ എയർ കൂൾഡ് എഞ്ചിൻസിനകത്ത് ഇല്ല. അപ്പോൾ ഇതാണ് എയർ കൂളിംഗ് മെത്തേഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമതാണ് ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ വാട്ടർ കൂളിംഗ് എന്ന് പറയും. അതായത് എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് എഞ്ചിനെ തണുപ്പിക്കാൻ നോക്കും. സാധാരണ പണ്ട് കാലത്തായിരുന്നെങ്കിൽ വാട്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പം ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓയിൽ കൂൾഡ് എഞ്ചിൻ എന്ന് കേട്ട് കാണുമല്ലോ. നമ്മുടെ പൾസർ 220 ഒക്കെ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അതായത് അതിൽ ഓയിൽ ഉപയോഗിച്ച് നമ്മുടെ സാധാരണ കാറ്റ് കൊണ്ടാൽ മാത്രം അതിൻ്റെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കുറയത്തില്ല. കാരണം കൂടിയ CC ഉള്ള വണ്ടിയാണ്, 220 CC ഒക്കെ ഉള്ള വണ്ടിയാണ്. അല്ലെങ്കിൽ ഡ്യൂക്കൊക്കെ ആണെങ്കിൽ, ഡ്യൂക്ക് 390 ഒക്കെ ആണെങ്കിൽ അതെല്ലാം ഈ ലിക്വിഡ് കൂൾഡ് അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് എഞ്ചിൻസാണ്. അപ്പോൾ ഓയിൽ ഉപയോഗിച്ചാണ് അതിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ ഹീറ്റ് റിമൂവ് ചെയ്യുന്നത് ഓയിൽ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ ഓയിൽ കൂളിംഗ് അല്ലെങ്കിൽ വാട്ടർ കൂളിംഗ് എന്ന് പറയുന്ന മെത്തേഡിലാണെങ്കിൽ ആ കൂളിംഗ് മീഡിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ലിക്വിഡ് ഫോമിലുള്ള എന്തെങ്കിലും ആയിരിക്കും. ഓയിലാണെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത ഓയിലായിരിക്കും, അല്ലെങ്കിൽ പ്യൂർ വാട്ടർ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യാറേ ഇല്ല കൂളിങ്ങിന് വേണ്ടി. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് പണ്ട് കാലത്തായിരുന്നു വാട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം വാട്ടർ ഉപയോഗിക്കാറേ ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കൂളിങ്ങിന് വേണ്ടിയുള്ള പ്രത്യേകം ഉണ്ടാക്കിയെടുത്ത കെമിക്കൽസ് എല്ലാം ആഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഓയിലായിരിക്കും ഈ കൂളിംഗ് അല്ലെങ്കിൽ കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലിക്വിഡ് കൂളിംഗ് എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് കൂളിങ്ങിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒരുപാട് വരും. ഇതെവിടെ നോക്കുക, ഇതാണ് ലിക്വിഡ് കൂളിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ റേഡിയേറ്റർ എന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ, റേഡിയേറ്റർ എന്ന് പറയുന്ന സംഭവം അതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. റേഡിയേറ്റർ നിങ്ങൾ കണ്ടു കാണും. ഇതാണ് റേഡിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു എക്യുപ്മെൻറ്റ്. അത് സാധാരണ വെഹിക്കിൾസിൻ്റെ ഫ്രണ്ടിലാണ് വയ്ക്കുന്നത്, കാരണം കാറ്റടിക്കാനായിട്ട്. ഇത് കാറ്റടിക്കാനുള്ള ആ ഒരു പോർഷനിലായിട്ടായിരിക്കണം ഈ റേഡിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ് വയ്ക്കേണ്ടത്. ഇപ്പം നമ്മുടെ ബൈക്കിലായിരുന്നല്ലോ, ഇതിപ്പം പൾസറിൻ്റെ ഒരു ഫോട്ടോയാണ്. ഇതിൽ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പം അവിടെയും ഈ റേഡിയേറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഇവിടെ ജസ്റ്റ് ഈ ടയറിൻ്റെ ജസ്റ്റ് പിറയിലൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു റേഡിയേറ്റർ എന്ന് പറയുന്ന ആ സംഭവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ റേഡിയേറ്റർ ഉപയോഗിച്ചാണ് ഓയിലിനെ തണുപ്പിക്കുന്നത്. എഞ്ചിനെ തണുപ്പിക്കുന്നില്ല, ഓയിലിനെ തണുപ്പിക്കുന്നത് ഈ റേഡിയേറ്റർ ഉപയോഗിച്ചാണ്. ഇവിടുത്തെ രീതി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ലിക്വിഡ് ആയിരിക്കും, എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ സാധാരണ വാട്ടർ തന്നെയായിരിക്കും. പണ്ട് കാലത്ത് വാട്ടർ തന്നെയായിരുന്നു. അപ്പോൾ ആ സംഭവം ഈ കൂളൻ്റ് എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് ഇതിൻ്റെ അകത്ത് കിടന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ റേഡിയേറ്ററിൻ്റെ അകത്ത് കയറി ഈ എഞ്ചിൻ്റെ ഉള്ളിലോട്ട് കയറത്തില്ല, പക്ഷേ എഞ്ചിൻ്റെ പുറമേയുള്ള ആ കേസിൻ്റെ അകത്ത് പാസേജ് കാണും. ഈ ഓയിലിന് പോകാനായിട്ട് അല്ലെങ്കിൽ ലിക്വിഡിന് പോകാനായിട്ട് അകത്തൊരു പാസേജാണ്. അത് എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തല്ല, എഞ്ചിൻ സിലിണ്ടറിൻ്റെ പുറത്ത് തന്നെ അതിൻ്റെ കവറിങ്ങിൻ്റെ ഇടയിലായിട്ട്, എഞ്ചിനും അതിൻ്റെ കവറിൻ്റെ ഇടയിലായിട്ട് ഒരു പാസേജ് കാണും. ആ പാസേജിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ലിക്വിഡ് എന്ന് പറയുന്നത്, ഈ ഓയിൽ എന്ന് പറയുന്നത്. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ പുറമേ കൂടെ സർക്കുലേറ്റ് ചെയ്യുള്ളൂ. ഒരിക്കലും സിലിണ്ടറിൻ്റെ അകത്തോട്ട് ഈ കൂളൻ്റ് കയറത്തില്ല. അപ്പോൾ സിലിണ്ടറിൻ്റെ പുറത്തായിരിക്കും ഇത് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം സിലിണ്ടറിൽ ഫോം ചെയ്യുന്ന ഹീറ്റ് എനർജി, ആ സിലിണ്ടർ ഹെഡ് അല്ലെങ്കിൽ സിലിണ്ടർ വാൾസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഈ ഓയിൽ അബ്സോർബ് ചെയ്യും. ആ ഓയിൽ അബ്സോർബ് ചെയ്തിട്ട് നേരെ റേഡിയേറ്ററിലോട്ട് പോകും. അപ്പോൾ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് അതിങ്ങനെ മുകളിലോട്ട് വന്ന് അത് റേഡിയേറ്ററിലോട്ട് കയറിക്കൊണ്ടിരിക്കും. റേഡിയേറ്ററിൽ ചെറിയ ചെറിയ ഫിൻസ് കൊടുത്തിട്ടുണ്ട്, വളരെ തിക്നെസ് കുറഞ്ഞ ഫിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഫിൻസിൻ്റെ അകത്തു കൂടെ തന്നെ ആ ഓയിൽ അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്ന ആ സംഭവം ഇതിൻ്റെ അകത്തു കൂടെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ നമ്മുടെ വെഹിക്കിളാണ് എങ്കിൽ അത് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. അപ്പോൾ അത് കാണാൻ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ആ കാറ്റടിക്കുന്നത് ഫിൻസിൻ്റെ ഇടയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഫിൻസിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഓയിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓയിലുള്ള ഹീറ്റ് എനർജി അങ്ങ് ഡിസിപ്പേറ്റ് ആയിക്കൊണ്ടിരിക്കും, കാരണം തണുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ലോറിയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഫാനും കൂടെ വന്നിരിക്കും, കാരണം രണ്ട് സൈഡിലും കാറ്റ് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ലോറിയൊക്കെ അപ്പം ചിലപ്പോൾ മൂവ് ചെയ്യാത്ത അവസ്ഥയിൽ ഒരുപാട് നേരം വണ്ടി നിർത്തിയിട്ടിരിക്കെ തന്നെ ഒരുപാട് നേരം എഞ്ചിൻ ഓണായി കിടക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സമയത്താണെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് ഫാനും കൂടെ കൊടുത്തിരിക്കും. ആ ഫാന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇങ്ങോട്ട് കാറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഈ ഫിൻസിൻ്റെ അകത്തു കൂടെ ഓയിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ അതിലുള്ള ഹീറ്റ് എനർജി അറ്റ്മോസ്ഫിയറിലോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും.
സാധാരണ ഈ ഫാൻ എന്ന് പറയുന്നത് ലാർജ് സി സി ഉള്ള എഞ്ചിൻസിൽ യൂസ് ചെയ്യാനുള്ളൂ. ലോറിയിലും അല്ലെങ്കിൽ 5000 6000 സി സി ഒക്കെ ഉള്ള കാറിൽ അത്രയും കൂടിയ കാറിലൊക്കെയാണ് സാധാരണ ഫാൻസ് യൂസ് ചെയ്യാറുള്ളത്. അല്ല സാധാ ചെറിയ കാറൊക്കെയാണ് 800 സി സി ഒക്കെ ഉള്ള കാറാണെങ്കിൽ സാധാരണ ഫാൻസ് യൂസ് ചെയ്യാറില്ല. എന്നാൽ ഇപ്പോഴത്തെ വെഹിക്കിളിലൊക്കെ ആണെങ്കിൽ ഫാനും കൂടെ കാണാം. ഈ ഒരു ഫാനും കൂടെ അകത്തുള്ള ഡയറക്ഷനിൽ കാണാം. അതിൽ നിന്ന് പുറത്തോട്ട് കാറ്റടിക്കുന്ന രീതിയിൽ ഈ ഫാൻസും കൂടെ കൊടുത്തിരിക്കും. ആ ഫാൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള പവറും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിൽ നിന്ന് തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പം ഈ ഓയിൽ എന്ന് പറയുന്ന റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സിലിണ്ടറിൻ്റെ ചുറ്റും അതിൻ്റെ വാളിന് ചുറ്റും ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്ത് ഹീറ്റ് ക്യാരി ചെയ്ത് ഈ റേഡിയേറ്ററിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. റേഡിയേറ്ററിൽ വെച്ചിട്ടാണ് അത് ഡിസിപ്പേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ മൂവ് ചെയ്യുന്ന സമയത്ത് എയർ ഫ്ലോ ഉണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എയർ ഫ്ലോ ഉണ്ടാവും. എഞ്ചിൻ മൂവ് അല്ലാത്ത സമയത്തും ഈ ഫാൻ ഇവിടെ എന്തായാലും കൊടുത്തിരിക്കും. അപ്പോൾ ആ രണ്ട് സൈഡിലും ഇങ്ങനെ എയർ സർക്കുലേഷൻ വന്നുകൊണ്ടിരിക്കും. ആ എയർ തന്നെ ഈ ഹൈ വെലോസിറ്റി എയർ ആയതുകൊണ്ട് അത് ഇതിൻ്റെ അകത്തുള്ള ഓയിലുള്ള ഹീറ്റ് ക്യാരി ചെയ്ത് അറ്റ്മോസ്ഫിയറിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ ഓയിൽ കൂളിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം കമ്പോണൻസ് കൂടുതലുണ്ട്. കാരണം റേഡിയേറ്റർ എന്ന് പറയുന്ന വലിയൊരു ഡിവൈസ് തന്നെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ കൂടെ പമ്പ് കാണും. ഓയിലിനെ പമ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് പമ്പും കൂടെ കാണും. ഒരു ലോ പ്രഷർ പമ്പും കൂടെ കാണും. അതിൻ്റെ പവർ യൂസ് ചെയ്യുന്ന ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിൽ നിന്നായിരിക്കും ആ പമ്പ് വർക്ക് ചെയ്യാനുള്ള പവറും എടുക്കുന്നത്. അതുപോലെ തന്നെ ഫാനും കാണും. വലിയ എഞ്ചിനാണെങ്കിൽ ഈ ഒരു ഫാനും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പോണൻസ് കൂടുതലായിരിക്കും ഈ ലിക്വിഡ് കൂൾഡ് എഞ്ചിന്. പക്ഷേ എയർ കൂൾഡ് എഞ്ചിനേക്കാളും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും ഇതിൻ്റെ കൂളിംഗ് എന്ന് പറയുന്നത്. ലാർജ് എഞ്ചിനൊക്കെ ലാർജ് കപ്പാസിറ്റി എഞ്ചിനൊക്കെ ആണെങ്കിൽ ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ ഓയിൽ കൂളിംഗ് വേണ്ടി വരും. കാരണം നോർമൽ എയർ കൂളിംഗ് കൊണ്ട് അതിലെ ഹീറ്റ് ഡിസിപ്പേറ്റ് ആയി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലിക്വിഡ് കൂളിംഗ് ആണെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും ലിക്വിഡ് കൂളിംഗ് ആണെങ്കിൽ. പിന്നെ ഈ പണ്ട് കാലത്ത് വെള്ളമായിരുന്നു, സാധാ പ്യുവർ വാട്ടർ ആയിരുന്നു ഇതിൻ്റെ അകത്ത് കൂളൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ദിവസവും രാവിലെ എണീറ്റ് റേഡിയേറ്ററിൽ വെള്ളം നിറയ്ക്കേണ്ടി വരും. നിങ്ങൾ പണ്ട് കാലത്ത് കേട്ട് കാണും. പണ്ടത്തെ കാറൊക്കെ ഉള്ളവർക്കറിയാം. നിങ്ങളുടെ നിങ്ങളുടെ പേരൻസിന് അത് അറിയാമായിരിക്കും. എന്നും രാവിലെ എണീറ്റ് റേഡിയേറ്ററിൽ വെള്ളം നിറയ്ക്കാനൊക്കെ പറയും. കാരണം വെള്ളം നീരാവിയായി പുറത്ത് ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഡെയിലി എണീറ്റ് റേഡിയേറ്ററിൽ വെള്ളം നിറയ്ക്കേണ്ടി വരും. പക്ഷേ ഇപ്പം വെള്ളമല്ല യൂസ് ചെയ്യുന്ന, കൂളൻ്റാണ്. അപ്പോൾ അത് അധികം ലോസ് ആയി പോകത്തില്ല, അല്ലെങ്കിൽ നീരാവിയായി അധികം പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂളൻ്റ് കുറയുമെങ്കിലും നമ്മുടെ വണ്ടി സർവീസിന് ഏറ്റുന്ന സമയത്ത് അവർ അതിൻ്റെ അകത്ത് കൂളൻ്റ് റീഫില്ല് ചെയ്തോളും. അല്ലാതെ നമ്മൾ എണീറ്റ് നിന്ന് ദിവസം രാവിലെ എണീറ്റ് കൂളൻ്റ് റീഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഓയിലായതുകൊണ്ട് ഈ റീഫില്ലിങ് കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ട്. വല്ലപ്പോഴും ഒരു 2-3 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവർ അത് ചെക്ക് ചെയ്ത് അത് റീഫില്ല് ചെയ്തോളും കൂളൻ്റ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ലിക്വിഡ് കൂളിങ്ങിന് ഇപ്പം ലിക്വിഡ് കൂളിങ്ങിനുണ്ട്. വാട്ടർ ഇപ്പോൾ ഉപയോഗിക്കാറില്ല, ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കൊറോഷൻ എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കാൻ നോക്കും. വാട്ടർ അല്ല ഓയിലാണെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറും കൂടെ ഒഴിവാക്കാൻ നോക്കും. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്യുവർ വാട്ടർ നോർമൽ വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും വാട്ടർ അങ്ങ് സ്റ്റീമായി പോകും. അത് നമ്മുടെ നോർമൽ വർക്കിംഗ് എഞ്ചിൻ്റെ നോർമൽ വർക്കിങ്ങിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 200 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചർ വരുന്നതുകൊണ്ട് അത് താങ്ങത്തില്ല. ഈ വാട്ടർ ആണെങ്കിൽ അധികം എഫിഷ്യൻ്റ് ആവത്തില്ല. കാരണം അത് ഫുൾ ടൈം സ്റ്റീമായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു പോകും. അപ്പോൾ ആ ഓയിലാണെങ്കിൽ അത്രത്തോളം ആ ഒരു കേസ് വരത്തില്ല. കാരണം അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എല്ലാം വളരെ ഹൈ ആയിരിക്കും. എബോവ് 250 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ഈ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഓയിലിനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ തണുപ്പ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മേ ബി -5 -15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ കാനഡയിലൊക്കെ വളരെ തണുപ്പാണെന്ന് പറയുന്നു. അപ്പം -5 -7 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാട്ടർ ഇതിൻ്റെ അകത്ത് ഫ്രീസായി കിടക്കുകയായിരിക്കും. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ആവത്തില്ല. കാരണം വാട്ടർ എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഐസിൻ്റെ രൂപത്തിൽ ഫ്രീസായി കിടക്കും. കയറി ഈ ട്യൂബിൻ്റെ അകത്ത് കയറി ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഓയിലാണെങ്കിൽ അതിൻ്റെ ഈ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മേ ബി -50 -60 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ്. അപ്പോൾ തണുപ്പ് രാജ്യങ്ങളിലും കൂളൻ്റ് എഫിഷ്യൻ്റായിട്ട് അത് വർക്ക് ആയിക്കോളും, ഫ്രീസ് ആവത്തില്ല കൂളൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ ഇപ്പം യൂസ് ചെയ്യാറില്ല. ഇപ്പം കൂടുതലും ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ല എങ്കിൽ വാട്ടർ തന്നെ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. വാട്ടറിൽ കുറച്ച് അഡിറ്റീവ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് ആഡ് ചെയ്ത് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻ്റൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒരു നോർമലായിട്ടുള്ള വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓരോ കെമിക്കൽസ് ആഡ് ചെയ്ത് എനിക്ക് എത്തലീൻ ഗ്ലൈക്കോൾ എന്നൊരു കെമിക്കലാണെന്ന് തോന്നുന്നു, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ കെമിക്കൽ കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് വാട്ടർ തന്നെ നമുക്ക് കൂളൻ്റായിട്ട് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ ഓയിൽ, ഇപ്പം കൂടുതലും ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൂളൻ്റായിട്ട് ഓയിൽ സ്പെസിഫിക്കലി ഇതിനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഓയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ലിക്വിഡ് കൂളിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബൈക്കിൻ്റെ ഇത് ഫിഗർ ഞാൻ കാണിച്ചു. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റേഡിയേറ്റർ എന്ന് പറയുന്ന കമ്പോണൻ്റ്. ഈ കാണുന്നതല്ല
ഫിൻസ് ആണ്. അതിൻ്റെ ഈ മുകളിൽ ഇവിടെ ആയിരിക്കും ആ ചൂടായിട്ടുള്ള കൂളൻ്റ് വരുന്നത്. എന്നിട്ട് അത് ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങും, ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് താഴോട്ട് ഇറങ്ങും. എന്നിട്ട് അത് ഇവിടെ താഴെ എത്തുമ്പോഴേക്കും അത് തണുത്ത് കഴിഞ്ഞിരിക്കും, ആ കൂളൻ്റ് എന്നുള്ളത് തണുത്ത് കഴിഞ്ഞിരിക്കും. ഇവിടെ കളത്തിയിട്ട് പിന്നെയും എഞ്ചിനിലോട്ട് വിടും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റേഡിയേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഈ കാറ്റടിക്കണം എന്നുള്ളതുകൊണ്ട് എഞ്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരിക്കും, വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരിക്കും ഈ റേഡിയേറ്റർ വെച്ചിരിക്കുന്നത്. വലിയ എഞ്ചിനൊക്കെയാണ് അല്ലെങ്കിൽ കൂടിയ വെഹിക്കിളൊക്കെ ആണെങ്കിൽ ഈ റേഡിയേറ്ററിൻ്റെ പിറകിലും ഒരു ഫാൻ കൊടുത്തിരിക്കും കാറ്റടിക്കാനായിട്ട്, ഇങ്ങോട്ട് പുറകോട്ട് കാറ്റടിക്കാനായിട്ട് ഫാനും കൂടെ കൊടുത്തിരിക്കും. അപ്പോൾ ഇതാണ് റേഡിയേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട ഫിഗർ ഇതാണ്, ലിക്വിഡ് കൂളിംഗ് എന്നും പറഞ്ഞ് എക്സാമിന് വരച്ച് കാണിക്കേണ്ട ഫിഗർ ഇതാണ്. ഇത് ഈ വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം പോകാനുള്ള ഒരു പാസേജ്, ഇതാണ് വാട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത്. അത് എഞ്ചിൻ്റെ ചുറ്റുമായിരിക്കും വച്ചിരിക്കുന്നത്. അത് വേണം ഹീറ്റിനെ ക്യാരി ചെയ്ത് ഹീറ്റിനെ ക്യാരി ചെയ്ത് ഇപ്പോഴത്തെ റേഡിയേറ്ററിലോട്ട് എത്തിക്കാൻ. ഇതാണ് റേഡിയേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ റേഡിയേറ്റർ എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഫില്ലർ ടാങ്ക് എന്നും ലോവർ ടാങ്ക് എന്നൊക്കെയാണ് മാർക്ക് ചെയ്തത്. ഇവിടെ റേഡിയേറ്റർ എന്നുകൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് ലിക്വിഡ് കൂളിംഗ് നിങ്ങൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഫിഗർ. സിമ്പിൾ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഒരു 10 മാർക്സിനെ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടം പോലെയുണ്ട്. 2 ഫിഗർ വരച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ലിക്വിഡ് കൂളിംഗ് ഉണ്ട്, എയർ കൂളിംഗ് ഉണ്ട്. ഈ ഫിഗറൊന്നും നിങ്ങൾ വരയ്ക്കാൻ നിൽക്കേണ്ട, ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫിഗർ വരച്ച് സംഭവം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ബാക്കി പോയിൻറ്റ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു.